പദം അറിയുമ്പോ രണ്ടു വരിയിലെങ്കിലും അങ്ങയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് പ്രതിഷേധിക്കാൻ അങ്ങേക്ക് കഴിയുമായിരുന്നില്ലേ? ആദരണീയരായ മുനവ്വർ അലി തങ്ങളെ, അങ്ങ് ഇവിടെ വന്നത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുകയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വന്ന് അങ്ങ് തിരിച്ചുപോയിട്ട് അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും മുഖപുസ്തകത്തിൽ പങ്കുവെക്കുന്ന അങ്ങ് അബ്ദുറഹ്മാൻ ഔഫ് കൊല ചെയ്യപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുമ്പോ അങ്ങ് ക്രൈസ്തവ സഹോദരന്മാരുടെ അരമനകളിൽ പോയി ക്രിസ്തുമസ് ആഘോഷത്തിലായിരുന്നു. അബ്ദുറഹ്മാൻ ഔഫിന്റെ ജനാസ അവിടുത്തെ വീട്ടിൽ കിടത്തുമ്പോഴും ക്രൈസ്തവ സഹോദരങ്ങളുടെ അരമനകളിൽ നിങ്ങൾ ക്രിസ്തുമസ് ആഘോഷങ്ങളിലാണ്. ആ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ മുഴുവൻ ഫോട്ടോകളും അങ്ങയുടെ മുഖപുസ്തകത്തിലുണ്ട്. തങ്ങളെ, അങ്ങ് മുനവ്വർ അലി തങ്ങളെ, അങ്ങ് ഈ പ്രദേശം വരെ യാത്ര ചെയ്തു വന്ന് ആ കുടുംബത്തെ സന്ദർശിച്ച ഒരു ഫോട്ടോ അങ്ങയുടെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നുവെങ്കിൽ ഇനിയൊരു കൊലപാതകത്തിന് വേണ്ടി കടാര പിടിക്കുന്ന അങ്ങയുടെ അണികള് ചിന്തിച്ചു പോകില്ലേ നേതാക്കൾ കൂടെ ഉണ്ടാവുകയില്ല എന്ന്? എന്തേ അങ്ങനെ ഒരു ഫോട്ടോ നിങ്ങളുടെ ഫേസ്ബുക്കിൽ കാണാഞ്ഞത്? തീർന്നില്ലല്ലോ തങ്ങളെ. ആ അബ്ദുറഹ്മാൻ ഔഫിന്റെ കൊലപാതകം വാർത്ത കേട്ടിട്ട് രണ്ടു വരിയിൽ അങ്ങയുടെ മുഖപുസ്തകത്തിൽ ഒന്നും പ്രതിഷേധിക്കാൻ അങ്ങേക്ക് സാധിച്ചില്ല. എന്നാൽ നെയ്യാറ്റിൻകരയിൽ ക്രൂരമായ ഒരു ആത്മഹത്യ നടന്നു. അതും കേരളത്തിന്റെ മനുഷ്യത്വത്തെ ലജ്ജിപ്പിക്കുന്ന ആത്മഹത്യയാണ്. ആ ആത്മഹത്യയുടെ ഉത്തരവാദികള് ഈ പ്രബുദ്ധരെന്ന് അഹങ്കരിക്കുന്ന മലയാളികൾ മുഴുവനുമാണ്. ഇന്നും നമ്മുടെ അയൽപക്കത്ത് വീടില്ലാത്തവനുണ്ട്, കുടിയിറക്ക് ഭീഷണി അഭിമുഖീകരിക്കുന്നവരുണ്ട്. നാളെ ഒരു ആത്മഹത്യയിലേക്ക് അവർ എടുത്തു ചാടിയിട്ട് മാത്രം അവരെ കുറിച്ച് കരയാനാരും നിൽക്കേണ്ടതില്ല. നെയ്യാറ്റിൻകരയിലെ ആ ആത്മഹത്യ വാർത്ത കേട്ടപ്പോ മഹാനരായ മുനവ്വർ അലി തങ്ങളെ, അങ്ങയുടെ മുഖപുസ്തകത്തിൽ ഞങ്ങൾ കരയുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങയുടെ വിലാപം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മനുഷ്യത്വത്തിന്റെ വില പറഞ്ഞുകൊണ്ടുള്ള വികാരപ്പെടലുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തേ തങ്ങളെ, ഞങ്ങൾ അബ്ദുറഹ്മാൻ ഔഫ് കൊല ചെയ്യപ്പെട്ടിട്ട് ഒരക്ഷരം കൊണ്ടെങ്കിലും ഒരു മനുഷ്യത്വത്തിന്റെ വികാരം പങ്കുവെക്കാൻ എന്തുകൊണ്ട് അങ്ങേക്ക് സാധിച്ചില്ല? കുറ്റപ്പെടുത്താൻ പറയുകയല്ല. ഈ സമുദായത്തിലെ വലിയൊരു വിഭാഗം ആദരിക്കുന്ന പാണക്കാട് കൊടപ്പനക്കൽ തറവാടിനോട് യുദ്ധം ചെയ്യൽ ഞങ്ങളുടെ ലക്ഷ്യമല്ല. ആ കുടുംബത്തിന്റെ ബഹുമാനം ഒരു ഇഞ്ച് പോലും ഇടിച്ചു താഴ്ത്തൽ ഞങ്ങളുടെ ലക്ഷ്യമല്ല. എപ്പോഴെങ്കിലും ഞങ്ങളുടെ വാചകങ്ങളിൽ നിന്ന് ആ കുടുംബത്തെ അനാദരിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങളെ ശിക്ഷിക്കുന്നത് ആദരണീയരായ സുൽത്താനുൽ ഉലമയാണ്. നിങ്ങൾ ആക്ഷേപിക്കുന്ന സുൽത്താനുൽ ഉലമ, നിങ്ങൾ അവഹേളിക്കുന്ന സുൽത്താനുൽ ഉലമ ആ കാന്തപുരം ഉസ്താദാണ് നിരന്തരമായി ഞങ്ങളോട് ഉദ്ഘോഷിക്കുന്നത്. അഹ്ലു ബൈത്ത് ഏതു പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും അവരെ അംഗീകരിക്കാത്ത, അപമാനിക്കുന്ന വാക്കുച്ചരിച്ചു പോകരുതെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അങ്ങയെ നിസ്സാരപ്പെടുത്തൽ ഞങ്ങളുടെ ആഗ്രഹമല്ല. പക്ഷേ ഞങ്ങൾ ഈ ഉമ്മത്തിൽപ്പെട്ട അങ്ങയുടെ അണികളെ കൊണ്ട് ഇനിയും വേട്ടയാടപ്പെടുമ്പോ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു തങ്ങളെ, ഇതൊരു സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്, ഇതൊരു പ്രബുദ്ധ കാലഘട്ടമാണ്, ഇതൊരു സാക്ഷര കേരളമാണ്. ഇനിയെങ്കിലും ഈ സമുദായത്തിൽ ഇത്തരം കാബാലികരുണ്ടാവുകയില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പോയിട്ടുണ്ട് തങ്ങളെ. എവിടെയാണ് ഈ പാപക്കറകൾ നിങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത്? അങ്ങയുടെ വല്ലിപ്പയല്ലേ തങ്ങളെ? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 23 കൊല്ലക്കാലം ഈ ലോകത്ത് മനുഷ്യത്വത്തിന്റെ മുഴുവൻ മനോഹാരിതയും ഈ ലോകത്തോട് പങ്കുവെച്ച് തന്റെ ജീവിതത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാഇന്റെ വേളയില് മഹാനായ മുത്തുനബി തങ്ങള്, ഹൈദർ അലി തങ്ങള് പാപ്പയുടെ വല്ലിപ്പയായ മുത്തുനബി തങ്ങള്, മുനവ്വർ അലി തങ്ങളുടെ പിതാമഹരായ മുത്തുനബി തങ്ങള്, ആ തങ്ങൾ പറഞ്ഞ വാക്കില്ലേ, ഇന്നദിമാക്കും അംവാലക്കും ഹറാം. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്കൊരു വിശ്വാസിയുടെ രക്തം ഹറാമാണ് കേട്ടോ, അവന്റെ അഭിമാനം ഹറാമാണ് കേട്ടോ. ഏതുപോലെയാണ് എന്നറിയുമോ? ഒരു വിശ്വാസിയുടെ രക്തത്തിനും അഭിമാനത്തിനും വിലയുണ്ടെന്ന് ആ ചരിത്ര പ്രസിദ്ധ രംഗത്ത് അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചിട്ട് പറയുന്നത്, കഹുർമത്തി യൗമിക്കും ഹാദാ
ഈ ദിവസത്തിന്റെ പുണ്യം എത്രയുണ്ടോ, വഫീ ശഹരിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പവർ എത്രയുണ്ടോ, വഫീ ബലദിക്കും ഹാദാ, വിശുദ്ധമായ ഹറമിനെ പോലെ, വിശുദ്ധമായ ദുൽഹജ്ജിനെ പോലെ, വിശുദ്ധമായ മക്കയെ പോലെ ഈ വിശ്വാസിയുടെ രക്തത്തിന് വിലയുണ്ടെന്ന് പഠിപ്പിച്ച ആ റസൂലുള്ള പറഞ്ഞ രക്തത്തില് അബ്ദുറഹ്മാൻ ഔഫിന്റെ രക്തം പെടില്ലേ തങ്ങളെ? ഈ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് മുഴുവനും ഞങ്ങൾക്കെതിരെയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ അഭിമാനം എത്രയാണ് അങ്ങയുടെ അണികൾ തള്ളി തകർത്തതാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകരെ എത്രയാണ് അങ്ങയുടെ അണികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. തങ്ങളെ ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം അങ്ങ് ഉണ്ടാക്കണേ, ഇനിയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണേ. ഈ